ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട 10th പ്രിലിംസിന് സഹായകമാകുന്ന ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. ഇൻകോസ്പാർ അഥവാ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച സ്ഥാപനം. 1962 ഇത് സ്ഥാപിതമാകുന്നത്. അടുത്ത ചോദ്യം, ഇൻകോസ്പാറിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായ്. അടുത്തത്, ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്? ഫെബ്രുവരി 28. ടി.വി. രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ച ദിവസമായതുകൊണ്ടാണ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പ. തിരുവനന്തപുരത്തെ തുമ്പയിലാണ് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. 1962 ഇത് സ്ഥാപിതമാകുന്നത്. അടുത്തത്, ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പ. ടേൾസ് എന്നാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അറിയപ്പെടുന്നത്. അടുത്തത്, തുമ്പയിൽ നിന്നുള്ള ആദ്യ റോക്കറ്റ് ഏതാണ്? നൈക് അപ്പാച്ചെ. അടുത്തത്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് ആരാണ്? വിക്രം സാരാഭായ്. വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. അടുത്തത്, ISRO ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ്. അടുത്തത്, ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം എന്നാണ്? ഓഗസ്റ്റ് 12. വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ് റിമോട്ട് സെൻസിംഗ് ദിനമായി നമ്മൾ ആചരിക്കുന്നത്. അടുത്തത്, ISRO സ്ഥാപിതമായത് എന്നാണ്? 1969 ഓഗസ്റ്റ് 15 ISRO സ്ഥാപിതമായിരിക്കുന്നത്. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? അന്തരീക്ഷ ഭവൻ, ബാംഗ്ലൂർ. ആദ്യത്തെ മലയാളി ചെയർമാൻ ആരാണ്? MGK മേനോൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ശ്രീഹരിക്കോട്ട. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഉള്ളത്. അതിന്റെ പേരാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? വീലർ ദ്വീപ്. ഒഡീഷയിലെ വീലർ ദ്വീപ്. അടുത്തത്, ഇന്ത്യയുടെ സൗര നിരീക്ഷണാലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഹമ്മദാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ISRO നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണൻ. റോക്കറ്റുകൾ നിർമ്മിക്കുന്ന ISROയുടെ അനുബന്ധ ഏജൻസി ഏതാണ്? VSSC. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. അടുത്തത്, ISRO ലോഗോയിലെ നിറങ്ങൾ ഓറഞ്ചും ബ്ലൂവും. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. 1975 ഏപ്രിൽ 19 അത് വിക്ഷേപിക്കുന്നത്. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഭാസ്കര 1. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? അത് രോഹിണിയാണ്. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. ആപ്പിളിന്റെ ഫുൾ ഫോം ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ISRO നിർമ്മിച്ച ആദ്യ ഭൂസ്ഥിര ഉപഗ്രഹം. അതിന്റെ ആൻസറും ആപ്പിൾ തന്നെയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ വിവിധോദ്ദേശ ഉപഗ്രഹം ഏതാണ്? ഇൻസാറ്റ് 2A. അടുത്തത്, ഇന്ത്യയുടെ ആദ്യ സമുദ്ര പഠനങ്ങൾക്കായുള്ള ഉപഗ്രഹം ഓഷ്യൻ സാറ്റ്. IRS-P4 എന്നും അത് അറിയപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ വിദൂര സംവേദന ഉപഗ്രഹം ഏതാണ്? IRS-1A. അടുത്തത്, ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥാ ഉപഗ്രഹം കൽപ്പന 1. മെറ്റ്സാറ്റ് എന്നറിയപ്പെടുന്ന കൽപ്പന 1. ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം ഏതാണ്? അതിന്റെ ഉത്തരം ജുഗ്നു എന്നാണ്. അടുത്തത്, ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? കാർട്ടോസാറ്റ് 1. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി വിക്ഷേപിച്ച ഉപഗ്രഹം എഡ്യൂസാറ്റ്. അടുത്തത്, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ റഡാർ ഇമാജിംഗ് സാറ്റലൈറ്റ് റിസാറ്റ് 1. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്ര പഠനത്തിനായുള്ള ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സംയുക്ത സംരംഭം ഏതാണ്? സരൾ. അതറിയപ്പെടുന്നത് സരൾ എന്നാണ്. ഇന്ത്യയുടെ ചാര ഉപഗ്രഹമായി കരുതപ്പെടുന്നത് ടെസ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ നിരീക്ഷണ ദൗത്യം ഏതാണ്? ആസ്ട്രോസാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനെ അടുത്തറിയാനും വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം ഏതാണ്? ആദിത്യ L1. 2023 സെപ്റ്റംബർ 2 ആ ദൗത്യം നിർവഹിച്ചിട്ടുള്ളത്. അടുത്തത്, ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന ISRO ദൗത്യം ഏതാണ്? ഗഗൻയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, പസഫിക് ഏഷ്യൻ മേഖലയിലെ ഏറ്റവും വലിയ ആഭ്യന്തര ആശയവിനിമയ ഉപഗ്രഹം ഏതാണ്? ഇൻസാറ്റ്. അടുത്തത്, ഭൂകമ്പ പഠനത്തിനായുള്ള നാസയുടെയും ISROയുടെയും സംയുക്തമായി വിക്ഷേപിക്കുന്ന ഉപഗ്രഹം നിസാർ. അടുത്ത ക്വസ്റ്റ്യൻ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അബ്ദുൽ കലാം. അടുത്തത്, മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നത് ടെസ്സി തോമസ്.
റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ കെ ശിവൻ. അടുത്ത ക്വസ്റ്റ്യൻ റോക്കറ്റ് വിമൺ ഓഫ് ഇന്ത്യ ഋതു കരുതാൽ ശ്രീവാസ്തവ. അടുത്തത് ബ്രഹ്മോസ് മാൻ ഓഫ് ഇന്ത്യ ശിവതാണു പിള്ള. അഗ്നിപുത്രി എന്നറിയപ്പെടുന്നത് ടെസ്സി തോമസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം. കലാം സാറ്റ് V2. ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ ഉപഗ്രഹം ഏതാണ്? ജിസാറ്റ് 7A. അടുത്തത് ഇന്ത്യയുടെ ഗതി നിർണയ സംവിധാനം നാവിക് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഗതി നിർണയ സംവിധാനം നാവിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച് ചരിത്രം കുറിച്ച ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ദൗത്യം. PSLV C-37 ആണ് അതിന്റെ ഉത്തരം. DRDOയും ISROയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹവേദ മിസൈൽ സാങ്കേതിക വിദ്യ ഉൾപ്പെടുന്ന മിഷൻ ശക്തി. DRDOയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. 1958 ന്യൂഡൽഹിയിലാണ് സ്ഥാപിതമായത്. DRDO നിലവിലെ ചെയർമാൻ ഡോക്ടർ സമീർ V കമ്മത്താണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ 50 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിലെ നിലവിലെ ഫിഫ റാങ്കിൽ ഒന്നാമതുള്ള രാജ്യം ഏതായിരുന്നു എന്ന ചോദ്യത്തിന് അർജന്റീന എന്നാണ് ഉത്തരം. ഇനി ഇന്നത്തെ വീഡിയോയിലെ ചോദ്യം ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആ കേന്ദ്രം ഏതാണ്? അറിയാവുന്നവർ കമന്റ് ചെയ്യണേ.